അല്ല, ഇതുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ ഈ വരുന്ന 20-ാം തീയതി സെക്രട്ടേറിയറ്റ് പടിക്കൽ ഒരു ധർണയും മറ്റു ഓരോ ദിവസങ്ങളും ജില്ലാ തലത്തിൽ ജില്ലാ കമ്മിറ്റികൾ അവിടെ നിരാഹാരവും നടത്താനുള്ള ഒരു തീരുമാനം വെച്ചിട്ടുണ്ട്. സംസ്ഥാന സർക്കാരിന്റെ UDF സർക്കാരിന്റെ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര സ്വപ്ന പദ്ധതിയാണ്, നല്ല കാര്യമാണ്. അപ്പോൾ ഇതിലെ സ്വകാര്യ ബസ് വ്യവസായം ഏകദേശം തകർന്ന് അടിയുന്ന അവസ്ഥയിലേക്ക് ആ സ്വപ്ന പദ്ധതി അതുകൊണ്ട് കാരണമായി. ലക്ഷക്കണക്കിന് സ്വകാര്യ ബസ് തൊഴിലാളികളുടെ കുടുംബങ്ങൾ പട്ടിണിയുടെ വക്കിലാണെന്ന് തന്നെ പറയേണ്ടി വരും. അവർ പറഞ്ഞിട്ടുണ്ട്, ബസ് ഉടമകൾ പറഞ്ഞിട്ടുണ്ട്. നേരത്തെയൊക്കെ 1000-1000ന്റെ മുകളിലൊക്കെ ഒരു ദിവസം കൂലി കിട്ടിയിരുന്നത് 300-ഉം 200-ഉം ഒക്കെ ആയി കുറഞ്ഞിട്ടുണ്ട്. അപ്പൊ എങ്ങനെ ജീവിക്കാനാണ്? അപ്പോൾ ഇക്കാര്യത്തിൽ അതായത് ലക്ഷക്കണക്കിന് വരുന്ന സ്വകാര്യ ബസ് തൊഴിലാളികളുടെ അവരിനി എന്ത് ചെയ്യും, ബസ് ഉടമകൾ ഇനി എന്ത് ചെയ്യുമെന്ന ചോദ്യം അവർ തന്നെ നമ്മോട് ഉയർത്തിയിരുന്നു. പ്രൈവറ്റ് ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷന്റെ മലപ്പുറം ജില്ലാ പ്രസിഡന്റും പെരിന്തൽമണ്ണ താലൂക്ക് സെക്രട്ടറിയുമായ മുഹമ്മദ് അലി നമ്മോടൊപ്പമുണ്ട്. ഈ ലക്ഷക്കണക്കിന് വരുന്ന തൊഴിലാളികളുടെ ഈ അവസ്ഥയ്ക്ക് ഇത് നിങ്ങൾക്ക് നമുക്ക് എന്ത് കാര്യം ആവശ്യപ്പെടാൻ സർക്കാരിനോട് അല്ലെ ആവശ്യപ്പെടാൻ പറ്റുള്ളൂ, അഭ്യർത്ഥിക്കാൻ പറ്റുള്ളൂ. നിങ്ങൾക്ക് ഇക്കാര്യത്തിൽ എന്താണ് സർക്കാരിനോട് അല്ലെങ്കിൽ ബന്ധപ്പെട്ടവരോട് അഭ്യർത്ഥിക്കാനുള്ളത്? സർക്കാർ ഈ തെരഞ്ഞെടുപ്പിന് മുമ്പ് അവരുടെ പ്രകടന പത്രികയിൽ ആവശ്യപ്പെട്ട ഒരു കാര്യമാണ്, ജനങ്ങൾക്ക് പ്രയോജനപ്പെടുന്നതുമാണ്. പക്ഷേ ഒരു കാര്യം ചെയ്യേണ്ടതായിരുന്നു. കാരണം ഈ കാര്യങ്ങൾ സൗജന്യമായി സ്ത്രീകൾക്ക് നൽകുമ്പോൾ ഇതിനൊരു മാനദണ്ഡം നിശ്ചയിക്കേണ്ടതായിരുന്നു. ഒന്നുകിൽ വല്ല വിദ്യാർത്ഥികൾക്ക് 10ാം ക്ലാസ്സിലുള്ള വിദ്യാർത്ഥികൾക്ക് KSRTCയിലും അതുപോലെ തന്നെ പ്രൈവറ്റ് ബസ്സുകളിലും സൗജന്യ യാത്ര നൽകുകയും അതല്ലെങ്കിൽ 60-70 വയസ്സിൻ്റെ മുകളിൽ ദാരിദ്ര്യരേഖ താഴെയുള്ള ആളുകൾക്ക് കൊടുക്കുകയുമാണെങ്കിൽ ഇതൊരു പ്രയാസമുണ്ടായിരുന്നില്ല. ഇന്ന് ലക്ഷക്കണക്കിന് രൂപയുടെ ശമ്പളം വാങ്ങുന്ന ജീവനക്കാർ പ്രൈവറ്റ് ബസ്സുകളിൽ യാത്ര ചെയ്തിരുന്ന അത്തരം ഉദ്യോഗസ്ഥർ ഇന്ന് സൗജന്യ യാത്രയായിട്ടാണ് ഇന്ന് അവർ യാത്ര ചെയ്യുന്നത്. അവർ തന്നെ പറയുന്നു ഇത് ശരിയല്ല എന്നുള്ളത്. ഇതുകൊണ്ട് ഉണ്ടാകുന്ന പ്രയാസം, സർക്കാർ ഒരു ഭാഗത്ത് സൗജന്യമായി യാത്ര നൽകി മറ്റുള്ളവരെ സംരക്ഷിക്കുമ്പോൾ ഏറ്റവും ശമ്പളം വാങ്ങി ദാരിദ്ര്യരേഖ മുകളിലുള്ള ആളുകളെ സംരക്ഷിക്കുമ്പോൾ ദാരിദ്ര്യരേഖ താഴെയുള്ള ഒട്ടനവധി ആളുകൾ ഇത് കാരണം പട്ടിണിയിലാണ്. ലക്ഷക്കണക്കിന് തൊഴിലാളികൾക്ക് ജോലി കൊടുക്കുന്ന ഒരു സംരംഭമാണ് കേരളത്തിലെ പ്രൈവറ്റ് ബസ്സുകൾ. ഇതിൽ ഒട്ടനവധി ബസ്സുകൾ ഇന്ന് നിർത്തിക്കഴിഞ്ഞു. മലപ്പുറം തന്നെ ഭാഗങ്ങളിൽ തന്നെ പല ഭാഗങ്ങളിലും നിർത്തിക്കഴിഞ്ഞു. കോഴിക്കോട് പാലക്കാട് റൂട്ടിലോടുന്ന ലിമിറ്റഡ് സ്റ്റോപ്പ് ബസ്സുകളുടെ സ്ഥിതി വളരെ അവതാളത്തിലാണ്. 140 കിലോമീറ്ററിൻ്റെ മുകളിൽ ഓടാൻ പാടില്ല എന്ന് പറഞ്ഞിരുന്ന അത്തരം ബസ്സുകളെ അവർക്ക് ഓടാൻ അനുമതി നൽകിയപ്പോൾ തന്നെ ആ ഓടാത്ത കാലത്ത് അവർ അതിന് പകരം കൊടുത്തിരുന്ന KSRTC ബസ്സുകൾ അതിനും ഇന്ന് പ്രിയദർശിനിയുടെ ബോർഡ് വെച്ചുകൊണ്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇനി പുതുതായി ഇത് പോരാ, ഒന്നും KSRTC ഇല്ലാത്ത സ്ഥലങ്ങളിലേക്ക് KSRTC വേണമെന്ന് ആവശ്യപ്പെടുമ്പോൾ MLA-മാരും MP-മാരും മന്ത്രിമാരും അത് കൊടുക്കുമ്പോൾ അതും സൗജന്യ യാത്രയിലേക്കാണ് പോകുന്നത്. ഇപ്പം നിങ്ങൾക്ക് എന്താണ് ഇതിന് ഇപ്പം നിങ്ങളുടെയൊക്കെ ഈ ഏതായാലും ഇനിയിപ്പോൾ ഇങ്ങനെ ഒരു സർക്കാരിന്റെ സ്വപ്ന പദ്ധതി നിർത്താനോ അല്ലെങ്കിൽ ഒന്നും പറ്റില്ല, അതങ്ങനെ പോകട്ടെ. പിന്നെ നിങ്ങളുടെ അവസ്ഥ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ പല കുടുംബങ്ങളും പല ബസ് തൊഴിലാളികളും എന്നോട് തന്നെ പറഞ്ഞിട്ടുണ്ട്, ഏകദേശം ജീവിതമൊക്കെ താളം തെറ്റി, പലരും ആത്മഹത്യയുടെ വക്കിലാണെന്ന് പറഞ്ഞവരുണ്ട്. അതൊക്കെ വളരെ ഗൗരവമുള്ള വിഷയമാണ്. ഇപ്പോൾ വലിയ കുറേ ബസ്സുകളുള്ള ലിമിറ്റഡ് സ്റ്റോപ്പ് ബസ് സർവീസ് നടത്തുന്നവരൊക്കെ ബസ്സുകളൊക്കെ എവിടെയെങ്കിലും കൊണ്ടുപോയി ഇടേണ്ട അവസ്ഥയിലാണെന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. ഇതിന് നിങ്ങൾക്ക് സർക്കാരിനോട്, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോട് അല്ലെങ്കിൽ ഗതാഗത വകുപ്പ് മന്ത്രിയോടൊക്കെ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ആവശ്യപ്പെടാനോ അഭ്യർത്ഥിക്കാനോ ഉണ്ടെങ്കിൽ എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത്? അല്ല, ഇതുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ ഈ വരുന്ന 20-ാം തീയതി സെക്രട്ടേറിയറ്റ് പടിക്കൽ ഒരു ധർണയും മറ്റു ഓരോ ദിവസങ്ങളും ജില്ലാ തലത്തിൽ ജില്ലാ കമ്മിറ്റികൾ അവിടെ നിരാഹാരവും നടത്താനുള്ള ഒരു തീരുമാനം വെച്ചിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് ഉത്തരവാദപ്പെട്ട മുഖ്യമന്ത്രിക്കും അതുപോലെ തന്നെ ഗതാഗത മന്ത്രിക്കും ഞങ്ങൾ പല നിലക്കും നിവേദനങ്ങൾ നൽകിയിട്ടുണ്ട്. മാത്രമല്ല കേരളത്തിലെ 140 MLA-മാർക്കും ഞങ്ങൾ നിവേദനം നൽകിയിട്ടുണ്ട്. അവരിൽ നിന്നും ഒരു പ്രതികരണം അല്ലെങ്കിൽ ഒരു പ്രതികരണം അവരിൽ നിന്ന് ഉണ്ടായിട്ടില്ല. മാത്രമല്ല ജനങ്ങളുടെ ഭാഗത്താണ് ഞങ്ങൾ എന്നവർ പറയുമ്പോൾ ഞങ്ങൾ ആരുടെ ഭാഗത്താണ് എന്ന് ഞങ്ങൾക്ക് പറഞ്ഞു തന്നാൽ തരക്കേടില്ല. ഈ ജനങ്ങളുടെ കൂട്ടത്തിൽ ബസ് ഉടമകളും ബസ് ജീവനക്കാരും അവരുടെ കുടുംബങ്ങളും
പെടുമോ ഇല്ലയോ എന്നുള്ളതാണ് ഞങ്ങളുടെ സംശയം. അപ്പം ഞങ്ങളൊരു രണ്ടാം കാർഡ് പൗരന്മാരായിട്ടാണ് ഇവിടെ സർക്കാരും ഉദ്യോഗസ്ഥന്മാരും ബന്ധപ്പെട്ട ആളുകളും ഞങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്നത്. 4 ജീവനക്കാർക്ക് ഒരു ബസ്സിൽ ഞങ്ങൾ ജോലി നൽകിയിരുന്ന ആ ബസ്സുകളിൽ ഇന്ന് 2 ജീവനക്കാരായി മാറിയിട്ടുണ്ട്. അത് കാരണം 2 ജീവനക്കാരുടെ കുടുംബങ്ങൾ ഇന്ന് പട്ടിണിയിലാണ്. ഈ പട്ടിണിയിൽ നിന്നും സംരക്ഷിക്കുവാൻ സർക്കാർ ഉത്തരവാദപ്പെട്ട മന്ത്രിമാരോ മറ്റുള്ളവരോ മുന്നോട്ട് വരണം. ഇത് വരാത്തതിൽ ഞങ്ങൾക്ക് അങ്ങേയറ്റം പ്രതിഷേധം ഞങ്ങൾക്കുണ്ട്. അപ്പോൾ ആയതുകൊണ്ട് ഇതിന് പ്രതിഷേധം എല്ലാം ശരിയാണ്. അപ്പോൾ ഇതിന് ഒരു പരിഹാരം ഉണ്ടാകണം. കാരണം ഇതിപ്പോ പല ബസ്സുകളും ഓടാൻ പറ്റാത്ത അവസ്ഥയിലാണ്. ഡീസൽ അടിക്കണമെങ്കിൽ കാശ് കൊടുക്കണമല്ലോ. അപ്പോൾ ഒരു ട്രിപ്പ്, ഒരു ചാല് അവർക്ക് ചിലപ്പോൾ ആളില്ലാത്തതുകൊണ്ട് മാറ്റിയിടേണ്ടി വന്നാൽ ചിലപ്പോൾ ഫൈൻ അടിക്കുമോ എന്ന പേടിയുള്ള ആളുകളും ഉണ്ട്. അപ്പൊ ഇതൊക്കെ കൂടി ബസ് വ്യവസായം എന്ത് ചെയ്യണം എന്ന അവസ്ഥയിലേക്ക് എത്തി. ഇനി ഇതിനൊരു പരിഹാരം എന്ന നിലയ്ക്ക് ഒരു ഇടപെടൽ ഉണ്ടാകും സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുമെന്ന് നിങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ടോ? ഉണ്ട്. ഞങ്ങളുടെ ഉത്തരവാദപ്പെട്ട ഞങ്ങളുടെ സംഘടന, കേരളത്തിലെ പ്രഗത്ഭരായ സംഘടനകൾ, ഇവിടെ പലതും ബസ് ഉടമ സംഘത്തിന് പല സംഘടനകളുമുണ്ട്. ഒത്തൊരുമിച്ച് നിന്നുകൊണ്ട് തന്നെ ഞങ്ങൾ ബന്ധപ്പെട്ട ആളുകളോട് ഈ സർവീസ് മുന്നോട്ട് കൊണ്ടുപോകാൻ, ഇത് നിലനിർത്തി കൊണ്ടുപോകാൻ പല കാര്യങ്ങളും ആവശ്യപ്പെട്ടിട്ടുണ്ട്. മാത്രമല്ല ഇപ്പോൾ സർക്കാർ ഇതിന് പറയുന്നത് ടാക്സ് പകുതിയാക്കി എന്നുള്ളതാണ്. സത്യത്തിൽ ടാക്സ് പകുതിയാക്കിയതിൽ യാതൊരു കാര്യവും അതുകൊണ്ടില്ല. ടാക്സ് പകുതിയാക്കിയതിൽ ഒരു ദിവസം 130 രൂപയാണ് ഒരു ബസ്സിന് കുറഞ്ഞു വരുന്നത്. ഇന്നത്തെ കാലഘട്ടത്തിൽ 1 കിലോ മത്തിക്ക് 260 രൂപ കാണിക്കണം. 100 രൂപ കൊടുത്താൽ ഒരു സാധനവും ഇന്ന് കിട്ടുന്നതല്ല. മാത്രമല്ല ഇതിന് ശേഷം 8 രൂപയോളം ഡീസലിന് വില വർദ്ധിപ്പിച്ചു. അപ്പോൾ ആ ഡീസലിൻ്റെ വില വർധനവിലും ഞങ്ങൾക്ക് നഷ്ടമുണ്ട്. സൗജന്യ യാത്ര നൽകിയതിലും ഞങ്ങൾക്ക് നഷ്ടമുണ്ട്. ഈ നിലയിൽ പോവുകയാണെങ്കിൽ കേരളത്തിൽ ഒരു കാലത്ത് പ്രൈവറ്റ് ബസ്സുകൾ ഓടിയിരുന്ന നാടായിരുന്നു എന്ന് പറയേണ്ട ഒരു കാലഘട്ടത്തിലേക്ക് ഒരു ബസ്സിന്റെ ഉടമസ്ഥൻ പറയുണ്ടായി, കുറച്ചു നേരത്തെ കണ്ടപ്പോൾ പറഞ്ഞതാ, ബസ് സ്റ്റാൻഡിൽ വെച്ച് കണ്ടപ്പോൾ പറഞ്ഞതാ, സ്ത്രീകൾക്ക് ഉല്ലാസയാത്ര നടത്തുന്നതിന് ലക്ഷക്കണക്കിന് കുടുംബങ്ങളെ പട്ടിണിയാക്കിയിട്ട് സ്ത്രീകളുടെ ഉല്ലാസയാത്രയ്ക്ക് അവസരമൊരുക്കിയെന്ന് അദ്ദേഹം തമാശയ്ക്ക് പറഞ്ഞതായിരിക്കാം. പക്ഷേ ഇവരുടെയൊക്കെ അവസ്ഥ എടുത്ത് പരിശോധിച്ച് നോക്കുമ്പോൾ ഒരു ബസ് ഉടമ പറഞ്ഞ ആ വാചകം ശരിക്കും തള്ളിക്കളയാൻ പറ്റുന്ന ഒരു സംഭവമല്ല. കാരണം ശരിയാണ്, 1 ലക്ഷം രൂപയ്ക്ക് ശമ്പളം വാങ്ങുന്നവർ വരെ ഈ സൗജന്യം ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ പിന്നെ സ്ത്രീകള് ഒരു കുടുംബമായിട്ട് പോകുമ്പോൾ സ്ത്രീകള് സൗജന്യ യാത്രയുള്ള ബസ്സിലേക്ക് കയറുമ്പോൾ പിന്നെ ആണുങ്ങൾ അടുത്ത ബസ്സിലേക്ക് കയറുള്ളൂ, ഈ ബസ്സിലേക്ക് കയറുള്ളൂ. പിന്നെ പ്രൈവറ്റ് ബസ്സുകാർക്ക് കിട്ടാവുന്ന ആ യാത്രക്കാരൻ അതും ഒഴിവായി പോവുകയാണ്. അപ്പോൾ ആ ബസ് ഉടമസ്ഥൻ പറഞ്ഞ പോലെ സ്ത്രീകൾക്ക് ഉല്ലാസയാത്ര നടത്തുന്നതിന് ഒരു വ്യവസായത്തെ തന്നെ ഇല്ലാതാക്കുകയാണ് എന്ന് പറഞ്ഞ ശരി. മാത്രമല്ല, അടുത്ത അനുഭവം, പെരിന്തൽമണ്ണയിൽ നിന്നും 8 സ്ത്രീകൾ ഗൂഡല്ലൂരിലേക്ക് യാത്ര ചെയ്യുകയുണ്ടായി. കൂടെ ഒരു പുരുഷനും ഉണ്ടായിരുന്നു. ഈ 8 സ്ത്രീകൾക്ക് സൗജന്യമാണ്. ഒരു പുരുഷന് മാത്രമേ പൈസ കൊടുക്കേണ്ടതുള്ളൂ. ആ പുരുഷൻ ഈ 8 സ്ത്രീകളെ നിയന്ത്രിക്കാൻ വേണ്ടി പോവുകയാണ്. അവരതിന് അവിടെ ഉല്ലാസയാത്രക്കാണ് പോയത്. ഇത് ഈ നിലയിൽ കോഴിക്കോട് കടപ്പുറം ഇന്ന് തിങ്ങി നിറഞ്ഞ സ്ഥിതിയിലാണ്. രാവിലെ മുതൽ സ്ത്രീകൾ അങ്ങോട്ട് പോകുന്നു. വീട്ടിലൊരു ജോലിയും ഇല്ലാത്ത സ്ത്രീകൾ രാവിലെ മുതൽ പോകുന്നു, വൈകുന്നേരത്ത് തിരിച്ചു വരുന്നു. ഇതൊക്കെ ഇതിൻ്റെ സാമ്പത്തിക നഷ്ടം. സർക്കാരിനും ഇതിൻ്റെ സാമ്പത്തിക നഷ്ടമുണ്ട്. കാരണം 100 വ്യക്തികൾ യാത്രക്കാർ കയറിയിരുന്ന സ്ഥാനത്ത് 400-ഉം 500-ഉം യാത്രക്കാർ 0 ടിക്കറ്റിലാണ് ഇന്ന് യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് സർക്കാരിനോട് പറയാനുള്ളത്, സൗജന്യ യാത്ര വേണ്ട എന്ന് ഞങ്ങൾ ജനങ്ങളോടൊപ്പം നിന്നുകൊണ്ട് ഞങ്ങൾ പറയുന്നില്ല, വേണമെന്ന് തന്നെയാണ്. പക്ഷെ അതിനൊരു മാനദണ്ഡം നിശ്ചയിക്കണം. അതായത് ഒന്നുകിൽ ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള ആളുകൾക്ക് കൊടുക്കുക, അതുപോലെ തന്നെ 10ാം ക്ലാസ് വരെയുള്ള വിദ്യാർത്ഥികൾക്ക് കൊടുക്കുക എന്നല്ലാതെ കണ്ട എല്ലാ ആളുകൾക്കും അത് കൊടുക്കുന്നതിൽ വളരെ പ്രയാസം ഞങ്ങൾക്ക് മാത്രമല്ല, ഇത് ഉപയോഗിക്കുന്ന സ്ത്രീകൾക്ക് വരെ ഉണ്ട് എന്നുള്ളതാണ് ഇതിൻ്റെ മാനദണ്ഡം. ഏതായാലും ബസ് ഉടമകളുടെ കാര്യം, അതായത് അവർ വളരെ കഷ്ടത്തിലാണ്. ബസ് തൊഴിലാളികളുടെ കാര്യമാണ്, കുടുംബങ്ങൾ ലക്ഷക്കണക്കിന് ബസ് തൊഴിലാളികളുടെ കുടുംബങ്ങൾ പട്ടിണിയിലാണ്. പല ആളുകളും പറഞ്ഞത് കടക്കിണിയിലാണ്, ആത്മഹത്യയുടെ വക്കിലാണെന്ന് പറഞ്ഞവരുണ്ട്. പിന്നെ ഉല്ലാസയാത്രയ്ക്ക്, സ്ത്രീകൾക്ക് ഉല്ലാസയാത്രയ്ക്ക് വേണ്ടി ഒരു വലിയ വ്യവസായം തകർക്കുകയാണെന്ന് പറഞ്ഞ ബസ് ഉടമസ്ഥനുണ്ട്. ഏതായാലും ചില മാനദണ്ഡങ്ങളൊക്കെ പാലിച്ച് സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഉചിതമായൊരു തീരുമാനം ഉണ്ടാകുമെന്ന ഒരു പ്രതീക്ഷയാണ് പ്രൈവറ്റ് ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ്റെ മലപ്പുറം ജില്ലാ പ്രസിഡന്റും നമ്മുടെ താലൂക്ക് സെക്രട്ടറിയുമായ മുഹമ്മദ് അലി നമ്മോട് പറയുന്നത്. ഏതായാലും അവരുടെ പ്രശ്നം, അവരുടെയും കൂടി വോട്ട് ലഭിച്ചിട്ടാവണമല്ലോ UDF-ന്റെ ഈ അധികാരത്തിലേക്ക് വലിയ രീതിയിൽ വരലുണ്ടായത്. ലക്ഷക്കണക്കിന് കുടുംബങ്ങളാണ്. അപ്പോൾ
ഉചിതമായൊരു തീരുമാനം ഉണ്ടാകുമെന്ന പ്രതീക്ഷയാണ്. അവർ വലിയ സമരങ്ങളിലേക്കൊക്കെ നീങ്ങുകയാണ്. അപ്പോൾ സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന്, ഗതാഗത വകുപ്പിൻ്റെ ഭാഗത്തു നിന്ന്, ബന്ധപ്പെട്ട അധികാരികളുടെ ഭാഗത്തു നിന്ന് ഇവരുടെ ഈ വ്യവസായം നിന്നുപോകാത്ത രീതിയിലുള്ള തീരുമാനം ഉണ്ടാകണമെന്ന് അവരാഗ്രഹിക്കുന്നുണ്ട്, ബസ് തൊഴിലാളികൾ ആഗ്രഹിക്കുന്നുണ്ട്. നമുക്കും അത് തന്നെയാണ് പറയാനുള്ളത്. ഒരു കുടുംബങ്ങളും പട്ടിണിയിലാവരുത്, ഒരാളുടെയും തൊഴിൽ ചെയ്തിട്ട് ഒന്നും കിട്ടാത്ത അവസ്ഥയിലാവരുത് എന്നാണ് നമുക്കും പറയാനുള്ളത്. എല്ലാം ശുഭ പര്യവസായി ആകണമെങ്കിൽ തീരുമാനങ്ങളെല്ലാം എല്ലാവർക്കും ഉപകാരപ്പെടുന്ന തരത്തിലാകണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ജബാർ വേണാട്, വൺ ന്യൂസ്, പെരിന്തൽമണ്ണ. ചെറുപ്പുളശ്ശേരി ഐഡിയൽ ക്യാമ്പസിലെ വിവിധ സ്ഥാപനങ്ങളിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചു. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി അഫിലിയേറ്റഡ് സ്ഥാപനമായ AICTE അംഗീകൃത ഐഡിയൽ ആർട്സ് ആൻഡ് സയൻസിൽ പുതിയ കാലത്ത് ജോലി സാധ്യതയുള്ള ആഡ് ഓൺ കോഴ്സുകളോടെ BA, BSc, BCom, BSW, BCA, BBA തുടങ്ങിയ ഡിഗ്രി പ്രോഗ്രാമുകളിലേക്കും MA ഇംഗ്ലീഷ്, MCom, MSW തുടങ്ങിയ റെഗുലർ BEd ആൻഡ് DEIED ആൻഡ് ITI കോളേജുകളിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ഐഡിയൽ ആർട്സ് ആൻഡ് സയൻസ് കോളേജ്, ചെറുപ്പുളശ്ശേരി.